നമസ്കാരം. ആസാദ് യുണൈറ്റഡ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. എട്ടാം ഭൂചലനത്തിൽ വിറങ്ങലിച്ച് വെനസ്വേല, താങ്ങായി ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അക്രമം, LDF കൗൺസിലർമാർക്ക് പരിക്ക്, മേയറുടെ നേതൃത്വത്തിൽ കയ്യേറ്റം. ആധാർ, കുട്ടികൾക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യം. തൊഴിൽ വാഗ്ദാനം നടത്തി ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതി, കണ്ണൂരിൽ കോൺഗ്രസ് നേതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരന്റെ വാട്ടർ ബോട്ടിൽ ചാരായം നൽകിയത് സഹപാഠിയെന്ന് മൊഴി. നിരോധിത ലഹരി വിറ്റ കട ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി പോലീസ്. സംഭവം ഇടുക്കിയിൽ. പാസ്പോർട്ട് അപേക്ഷ ഫീസ് 2500 രൂപ, തൽക്കാലിന് 5000 രൂപ. നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആക്രമണം, LDF കൗൺസിലർമാർക്ക് പരിക്ക്, മേയറുടെ നേതൃത്വത്തിൽ കയ്യേറ്റം. കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് BJP കൗൺസിലർ R. സുഗതനെതിരെയുള്ള LDF കൗൺസിലർമാരുടെ പ്രതിഷേധത്തിൽ അക്രമം അയച്ചുവിട്ട് BJP. കഴിഞ്ഞ ദിവസമാണ് മറ്റു ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുറത്തുവന്നത്. സത്യപ്രതിജ്ഞ റദ്ദാക്കിയ കൗൺസിലർമാരുടെ കൂട്ടത്തിൽ കാപ്പ കേസ് പ്രതിയായ R. സുഗതനുമുണ്ട്. ഇവർ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് കോടതി ഉത്തരവ്. എന്നാൽ ഉത്തരവ് പുറത്തു വന്ന ഇന്നലെ വൈകുന്നേരം തന്നെ ആരെയും അറിയിക്കാതെ മേയറും BJP അംഗങ്ങളും ചേർന്ന് രഹസ്യമായി ഇവരുടെ സത്യപ്രതിജ്ഞ നടത്തുകയായിരുന്നു. ഇതിൽ സുഗതൻ പങ്കെടുത്തിട്ടുമില്ല. ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ കൗൺസിലർമാരെ പോലും അറിയിക്കാതെ BJP ഭരണസമിതി നടത്തിയ സത്യപ്രതിജ്ഞ ചടങ്ങിനെതിരെ LDF കൗൺസിലർമാർ ഇന്ന് മേയർ ഓഫീസിൽ ഉപരോധിച്ചു. മേയർ ഓഫീസിന് മുന്നിൽ സമാധാനപരമായി സമരം നടത്തുകയായിരുന്ന കൗൺസിലർമാർക്കിടയിലേക്ക് മേയർ മറ്റ് BJP കൗൺസിലർമാരോടൊപ്പം ഇടിച്ചുകയറി അക്രമം അടിച്ചുവിടുകയായിരുന്നു. മേയറുടെ നേതൃത്വത്തിൽ BJP കൗൺസിലർമാർ നടത്തിയ ആക്രമണത്തിൽ 3 LDF കൗൺസിലർമാർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി തീരുമാനിച്ച് BJP ആക്രമണം അയച്ചുവിടുകയായിരുന്നു എന്ന് LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി SP ദീപക് പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായി RSS അജണ്ട നടപ്പാക്കുന്ന തരത്തിലാണ് നിലവിൽ കോർപ്പറേഷന്റെ നടത്തിപ്പ്. ഈ ദാഷ്ട്യത്തിന്റെ എതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരന്റെ വാട്ടർ ബോട്ടിലിൽ ചാരായം നൽകിയത് സഹപാഠിയെന്ന് മൊഴി. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്നും ചാരായം പിടികൂടി. രഹസ്യ വിവരത്തെ തുടർന്ന് അധ്യാപകർ നടത്തിയ പരിശോധനയിലാണ് ചാരായം കണ്ടെടുത്തത്. കുട്ടികൾ മദ്യം ഉപയോഗിക്കുന്നുവെന്ന വിവരം അധ്യാപകർക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് കുട്ടികൾ ക്ലാസ്സിന് പുറത്തേക്ക് പോയ സമയത്ത് സംശയ നിഴലിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ബാഗ് പരിശോധിക്കുകയായിരുന്നു. വാട്ടർ ബോട്ടിലാണ് 1/2 ലിറ്റർ വ്യാജ മദ്യം കണ്ടെത്തിയത്. സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയാണ് ചാരായം എത്തിച്ചു നൽകിയതെന്ന് വിദ്യാർത്ഥി അധ്യാപകരോട് പറഞ്ഞു. അപേക്ഷ ഫീസ് 2500 രൂപ, തൽക്കാലിന് 5000 രൂപ. നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ 36 പേജുള്ള പാസ്പോർട്ടിന്റെ അപേക്ഷ ഫീസ് 2500 രൂപയായിരിക്കും. തൽക്കാൽ അപേക്ഷ ഫീസ് 5000 രൂപയായും ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യാത്രക്കാർ സാധാരണയായി ഉപയോഗിക്കുന്ന 60 പേജുള്ള പാസ്പോർട്ടിനുള്ള ഫീസ് 3500 രൂപയാക്കിയിട്ടുണ്ട്. തൽക്കാൽ നിരക്ക് 6000 രൂപയായിരിക്കും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. പുതിയ നിരക്ക് പട്ടിക 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 36 പേജുള്ള പാസ്പോർട്ട് അപേക്ഷയ്ക്ക് 1500 രൂപയും തൽക്കാൽ നിരക്ക് 3500 രൂപയുമാണ്. 60 പേജുള്ള പാസ്പോർട്ട് അപേക്ഷയ്ക്ക് 2000 രൂപയും തൽക്കാൽ അപേക്ഷയ്ക്ക് 4000 രൂപയുമാണ്. പുതുക്കിയ നിരക്കുകൾ പ്രകാരം നഷ്ടപ്പെട്ടതോ കേടുവന്നതോ ആയ പാസ്പോർട്ട് പുതുക്കാനുള്ള ഫീസ് 36 പേജിന് 5000 രൂപയും തൽക്കാൽ നിരക്ക് 6000 രൂപയുമായിരിക്കും. 60 പേജുള്ള പാസ്പോർട്ടിന് യഥാക്രമം 6000, 8500 എന്നിങ്ങനെയായിരിക്കും നിരക്ക്. പാസ്പോർട്ട് പ്രധാനമായും ഒരു യാത്രാരേഖ മാത്രമാണെന്ന് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയായി കണക്കാക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പുതുക്കിയ ഫീസ് പട്ടിക വരുന്നത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് പാസ്പോർട്ട് അനുവദിക്കുന്നതെങ്കിലും ഒരു സ്വതന്ത്ര പൗരത്വ സർട്ടിഫിക്കറ്റിനായി ഉപയോഗിക്കാനാവില്ലെന്നും പാസ്പോർട്ട് സേവാ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്രം വിശദീകരിച്ചത്.
18 വയസ്സിന് താഴെയുള്ളവർക്ക് 36 പേജുകളുള്ള പാസ്പോർട്ടിനായി 1750 രൂപയും തൽക്കാൽ അപേക്ഷയ്ക്കായി 4250 രൂപയും നൽകണം. നഷ്ടപ്പെട്ടതോ കേടുപാടുകൾ സംഭവിച്ചതായ പാസ്പോർട്ടുകൾക്ക് പകരം അപേക്ഷിക്കാനുള്ള ഫീസ് 4250 രൂപയും തൽക്കാൽ അപേക്ഷകൾക്ക് 6750 രൂപയാണ് നിരക്ക്. ഇരട്ട ഭൂചലനത്തിൽ വിറങ്ങലിച്ച് വെനസ്വേല താങ്ങായി ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ. ഭൂചലനത്തിൽ വിറങ്ങലിച്ച് വെനസ്വേലയ്ക്ക് താങ്ങാവാൻ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ. ബുധനാഴ്ച വൈകിട്ടോടെ വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂചലനങ്ങളിൽ 164 പേർ മരിക്കുകയും 971 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുക്കാൻ തയ്യാറായി വിവിധ രാജ്യങ്ങൾ പ്രസ്ഥാനം പുറപ്പെടുവിച്ചത്. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് വെനസ്വേലൻ സർക്കാരിനോടും ജനങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വെനസ്വേലയിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സഹായം ലഭ്യമാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറിമാർക്കും റുബോയും അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബായി വ്യക്തമാക്കി. വെനസ്വേലയ്ക്ക് രക്ഷാപ്രവർത്തകർ പരിശീലനം ലഭിച്ച നായകർ, മറ്റ് സാമഗ്രികൾ എന്നിവ ഉൾപ്പെടുന്ന സംഘത്തെ അയക്കുമെന്ന് നെതർലാൻഡും അറിയിച്ചിട്ടുണ്ട്. ഈ സംഘത്തെ വിന്യസിക്കാനായി ഏകദേശം 2 ദശലക്ഷം യൂറോ അനുവദിക്കുമെന്നും നെതർലാൻഡ് വ്യക്തമാക്കി. സ്വിസ് റെസ്ക്യൂ ചെയിൻ എത്രയും വേഗം വെനസ്വേലയ്ക്ക് അയക്കാൻ സജ്ജമായിട്ടുണ്ടെന്നും സ്വിറ്റ്സർലൻഡ് സർക്കാരും പ്രസ്താവനയോടെ അറിയിച്ചു. അടിയന്തര സഹായം നൽകാൻ റെസ്ക്യൂ ക്യാമറകൾ, ജിയോ ഫോണുകൾ തുടങ്ങിയ അത്യാധുനിക ഉപകരണങ്ങളുമായി തങ്ങളുടെ 54 സൈനിക രക്ഷാപ്രവർത്തകർ സജ്ജരാണെന്ന് സ്പെയിൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സഹായിക്കാൻ 6 സൈനിക വിമാനങ്ങൾ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രിയും അറിയിച്ചു. വെനസ്വേലയുടെ ആവശ്യാനുസരണം ഉചിതമായ രീതിയിൽ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ സന്നദ്ധമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുഗോ ജിയോഖനും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നിരോധിത ലഹരി വിറ്റ കട ബുൾഡോസ് കൊണ്ട് ഇടിച്ചു നിരത്തി പോലീസ്. സംഭവം ഇടുക്കിയിൽ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ കട പോലീസ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ഇടുക്കി ജില്ലയിലെ പൂപ്പാറയിലാണ് നിയമ നടപടികൾ മറികടന്ന് ലഹരി കച്ചവടം നടന്ന കടയ്ക്കെതിരെ പോലീസിന്റെ കർശന നടപടി ഉണ്ടായത്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസിന്റെ ആവശ്യപ്രകാരം പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഈ കട പൊളിച്ചു നീക്കിയത്. ഈശ്വരൻ എന്നയാൾ പൂപ്പാറയിൽ സർക്കാർ ഭൂമി കയ്യേറി സ്ഥാപിച്ച കടയിലാണ് ലഹരി വിൽപ്പന നടന്നു വന്നത്. അമിതലാഭം ലക്ഷ്യമിട്ട് നിരോധിത ലഹരി വസ്തുക്കൾ വിറ്റ ഇയാൾക്കെതിരെ ശാന്തൻപാറ പോലീസ് 5 തവണയാണ് കേസെടുത്തത്. തുടർച്ചയായി നിയമം ലംഘിച്ചിട്ടും കച്ചവടം നിർത്താൻ ഇയാൾ തയ്യാറായതിനെ തുടർന്ന് കട സ്വമേധയാ പൊളിച്ചു നീക്കാൻ പോലീസ് നോട്ടീസ് നൽകിയായിരുന്നു. പോലീസ് നടപടിക്കെതിരെ ഈശ്വരൻ ഹൈക്കോടതി സമീപിച്ച് സ്റ്റേ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും മതിയായ രേഖകളില്ലാത്തതിനാൽ കോടതി ഹർജി തള്ളി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായതോടെയാണ് പഞ്ചായത്തിന്റെ സഹായത്തോടെ പോലീസ് ബുൾഡോസർ ഉപയോഗിച്ച് കട പൂർണ്ണമായും നീക്കം ചെയ്തത്. എന്നാൽ കൃത്യമായ മുൻകൂർ നോട്ടീസ് നൽകാതെയാണ് പൊളിക്കൽ നടന്നതെന്ന് കട ഉടമ ആരോപിച്ചു. ഓപ്പറേഷൻ തുഫാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെ ഇത്തരം കർശന നടപടികൾ തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി. അനധികൃതമായി സ്ഥാപിച്ച കടകൾ ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചാൽ അവ പൂർണ്ണമായും പൊളിച്ചു നീക്കാനാണ് തീരുമാനം. നിയമപരമായി പ്രവർത്തിക്കുന്ന കടകളാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ഇടുക്കി പോലീസ് അറിയിച്ചു. കളക്ട്രേറ്റിൽ ഉണർവ് 2026 മെഗാ ശുചീകരണ ക്യാമ്പയിൻ നാളെ. ജില്ലാ ഭരണകൂടം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാ കളക്ട്രേറ്റ് സിവിൽ സ്റ്റേഷനിൽ ഉണർവ് 2026 എന്ന പേരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ശുചിത്വവും പൊതുജനാരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. ജൂൺ 27 ഉച്ച 2:30 ശുചീകരണ യജ്ഞം നടക്കുക. ജില്ലാ കളക്ടറേറ്റ് ആംഫി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ KK സുബൈർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, DMO ഇൻചാർജ് KC സച്ചിൻ, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PT പ്രസാദ് തുടങ്ങിയവർ സംബന്ധിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ താലൂക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ എല്ലാ ഓഫീസുകളിലും പരിസരങ്ങളിലും ജീവനക്കാർ ചേർന്ന് വൃത്തിയാക്കും. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് ഹരിത കർമ്മസേന മുഖേന സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഡ്രഗ് ഫ്രീ കണ്ണൂർ ക്യാമ്പയിൻ ജില്ലാതല പരിപാടി നാളെ. ജില്ലയിലെ മയക്കുമരുന്ന് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഡ്രഗ് ഫ്രീ കണ്ണൂർ ക്യാമ്പയിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ജൂൺ 26 വിപുലമായി നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ്, സാമൂഹ്യനീതി, ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണിക്ക് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന
കൂട്ടിയോട്ടം അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ പഴയ ബസ് സ്റ്റാൻഡ് സമീപം സ്റ്റേഡിയം പരിസരം വഴി സഞ്ചരിച്ച് കൂട്ടിയോട്ടം തിരികെ പരേഡ് ഗ്രൗണ്ടിൽ സമാപിക്കും. ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുജനങ്ങളുടെ സജീവമായ പിന്തുണ ഉറപ്പാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നിർവഹിക്കും. മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പോലീസ് സഭാ ഹാളിൽ കെ സുധാകരൻ MP നിർവഹിക്കും. ജില്ലാ കളക്ടർ അധ്യക്ഷനാകും. മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, സിറ്റി പോലീസ് കമ്മീഷണർ BP വിജയരാജ്, ഭരത് റെഡ്ഡി തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് ലഹരി വിരുദ്ധ ഹ്രസ്വചിത്ര പ്രദർശനം, ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ, മനസ്സും ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.